തുളസി നമ്മുടെ വീടുകളിലെല്ലാം കാണുന്ന ഒരു ചെറിയ ചെടിയാണ് തുളസി. ഭഗവത് പൂജയ്ക്ക് ഏറ്റവും മഹത്തരമായ ഒന്നാണ് തുളസി. പക്ഷെ ഈ തുളസി ചെടി എങ്ങനെയാണ് ഇത്രയും വിശുദ്ധമായതായി മാറിയത്? ഭഗവാൻ വിഷ്ണുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും നിറഞ്ഞ ഒരു സ്ത്രീയുടെ കഥയാണ് തുളസിയുടെ കഥ. വളരെ കാലം മുമ്പ് വൃന്ദ എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ ഭഗവാൻ വിഷ്ണുവിന്റെ വലിയൊരു ഭക്തയായിരുന്നു. വൃന്ദയുടെ ഭർത്താവ് ജലന്ധരൻ എന്ന ശക്തനായ അസുര രാജാവായിരുന്നു. ജലന്ധരന്റെ ശക്തി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. വൃന്ദയുടെ ഭക്തിയും പാതിവൃത്യ ശക്തിയും അത്രമേൽ മഹത്തരമായിരുന്നു. അതുകൊണ്ട് ജലന്ധരനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ദേവന്മാർക്ക് പോലും കഴിഞ്ഞില്ല. ജലന്ധരന്റെ ശല്യം സഹിക്കാതായപ്പോൾ ദേവന്മാർ ആശങ്കയിലായി. അവർ ഭഗവാൻ മഹാവിഷ്ണുവിനെ സമീപിച്ചു. തങ്ങളെ ജലന്ധരനിൽ നിന്നും രക്ഷിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. അങ്ങനെ ലോകത്തിൽ ധർമ്മം നിലനിർത്താൻ ഭഗവാൻ വിഷ്ണു ദേവന്മാർക്ക് വാക്കു നൽകി. ഭഗവാൻ വിഷ്ണു ജലന്ധരന്റെ രൂപം സ്വീകരിച്ച് വൃന്ദയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വന്നിരിക്കുന്നത് തന്റെ ഭർത്താവാണെന്ന് കരുതിയ വൃന്ദ ജലന്ധരന്റെ രൂപത്തിൽ വന്ന ഭഗവാനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതോടെ വൃന്ദയുടെ പാതിവൃത്യ ശക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ജലന്ധരന് ലഭിച്ചിരുന്ന ദിവ്യ സംരക്ഷണം ഇല്ലാതായി. ദേവന്മാർ യുദ്ധത്തിൽ ജലന്ധരനെ പരാജയപ്പെടുത്തി. സത്യം മനസ്സിലാക്കിയ വൃന്ദ അതീവ ദുഃഖിതയായി. അവൾ ഭഗവാൻ വിഷ്ണുവിനെ ശപിച്ചു, നീ കല്ലായി മാറട്ടെ. പുരാണങ്ങൾ പ്രകാരം ഈ ശാപത്തിന്റെ ഫലമായാണ് ഭഗവാൻ വിഷ്ണുവിനെ ശാലഗ്രാമ രൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങിയത്. തുടർന്ന് വൃന്ദ തന്റെ ജീവൻ ഉപേക്ഷിച്ചു. അവളുടെ ഭക്തിയിലും ത്യാഗത്തിലും ആകൃഷ്ടനായ ഭഗവാൻ വിഷ്ണു അവളെ അനുഗ്രഹിച്ചു. നീ തുളസി ചെടിയായി ജനിക്കും എന്നും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരിക്കും എന്നും തുളസിയില്ലാതെ തന്റെ ആരാധന പൂർണ്ണമാകില്ല എന്നും ഭഗവാൻ അരുളി ചെയ്തു. അന്നു മുതലാണ് തുളസി ഭഗവാൻ വിഷ്ണുവിനും ശ്രീകൃഷ്ണനുമുള്ള ഏറ്റവും വിശുദ്ധമായ സമർപ്പണമായി മാറിയത് എന്നാണ് വിശ്വാസം. നമസ്തുളസി കല്യാണി നമോ വിഷ്ണു പ്രിയേ ശുഭേ നമോ മോക്ഷപ്രദേ ദേവി നമഃ സമ്പത്പ്രദായികേ. ഹരേ കൃഷ്ണ വാസുദേവ നാരായണ. എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എന്റെ കുഞ്ഞു ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.